ആശാനെ പോലൊരു കവി മലയാളത്തിൽ ഉണ്ടായിട്ടില്ല, ഇത്രയും ഗഹനതയുള്ളൊരു കവി. കാരണം ആശാൻ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയാണ് കവിയുടെ വാക്ക്. കവിയുടെ വാക്കെന്ന് പറയും നമ്മൾ ഈ വർത്തമാനം പറയും പോലെ വാക്കല്ല. ആശാൻ അത് വെയ് ചെയ്ത് ഇത് വേണോ അത് വേണോ ഇത് വേണോ അത് വേണോ കൊണ്ട് നടന്ന് പല പരിഷ്കാരങ്ങളും നോക്കി അവസാനം ഇതെടുക്കും. അതൊക്കെ വളരെ ഒരു പ്രിസിഷനോട് കൂടിയിട്ടാണ്. ഇപ്പോൾ തന്നെ VM ഗിരിജ തന്നെ അണലിപ്പാമ്പ് എന്നൊരു കവിത മാതൃഭൂമിയിൽ വന്നു. സീത പറയുന്നതാണ്, ആശാൻ്റെ സീത പറയുന്നതാണ്, പ്രണയം മനസ്സിൽ അണലിപ്പാമ്പ് പോലെ കിടന്നു എന്നാണ് പറയുന്നത്. അണലിപ്പാമ്പ് ജീവനുണ്ടോ മരിച്ചോ എന്ന് അറിയാൻ പറ്റില്ല, അത്ര മിണ്ടോതെ കിടക്കും. ആശാനപ്പോൾ അതും അറിയാം കേട്ടോ. അണലിപ്പാമ്പിൻ്റെ ശൈലി എന്താണെന്നറിയാം. അണലിപ്പാമ്പ് ജീവനുണ്ടോ മരിച്ചിട്ടാണോ ചത്തിട്ടാണോ നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ പ്രണയം മനസ്സിൽ കിടക്കുന്നതാണ് പറഞ്ഞത്. ജീവനുണ്ടാവാം, പക്ഷേ ചത്തതാണെന്നേ തോന്നുള്ളൂ. അണലിപ്പാമ്പ് ആശാൻ്റെ ഓരോ ഇമേജും നമ്മൾ അത്ഭുതപ്പെട്ടു. ഞാൻ ഈ പറഞ്ഞ പോലെ വയലാറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എന്നെ ആവേശം കൊള്ളിക്കുന്ന ഒരു കവി ഇപ്പോഴും മലയാളത്തിൽ കുമാരനാശാൻ തന്നെയാണ്. പ്രോബബ്ലി വി ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ് ഹിം ഫുള്ളി എന്ന് ഞാൻ വിചാരിക്കുക.